ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് അവിടെ നിന്റെ അപ്പനാകുന്ന ശൗലെന്ന, നന്നായി പറഞ്ഞ വല്യപ്പനായ ശൗലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ദാവീദ് മെഫീബോശത്തിനോട് പറയുന്ന ഭാഗം ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് പകലോർപ്പിച്ചു. നിങ്ങൾക്ക് പറയാം, യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാം മുതലായ ജാതി വംശത്തിന്റെ ആരംഭം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ, അങ്ങനെ ഇവര് ഈ വലിയ സമൂഹമായിട്ട് തീർന്നു. ഇവര് ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. മരുഭൂമിയിൽ കൂടി ഇവരെ നടത്തി. എണ്ണി തിട്ടമെടുത്തതിൽ 2 പേര് ഒഴികെ ശേഷമുള്ളവർ പട്ടുപോവുകയും ആ 2 പേരും കൂടെ ചേർന്ന് കനാനിലേക്ക് എത്തി. ഇതിനിടയ്ക്ക് നേതൃത്വത്തിൽ നിന്ന് പലരും കടന്നുപോയി. മോശ മരിച്ചു, ദൈവം അടക്കി. അഹറോൻ ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. മിറിയാം കാദേശിൽ വെച്ച് മരിച്ചു. അങ്ങനെ പ്രധാനിമാരും നേതാക്കന്മാരും എല്ലാം കടന്നുപോയി. യോശുവയുടെ നേതൃത്വത്തിൽ ഇവർ കനാനിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ പകല് ചിന്തിച്ചല്ലോ, ദേശം ചീട്ടിട്ട് പകത്ത് കൊടുത്തു. യഹൂദ ഗോത്രത്തിന് പ്രാരംഭത്തിൽ അവകാശം കൊടുത്തു. ഓരോ ഗോത്രത്തിനും അതിന്റെ സ്ഥിതി അനുസരിച്ച് കൊടുത്തു. ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാതെ നിവർത്തി. ഇവരെ നിയന്ത്രിക്കുവാൻ വേണ്ടി ന്യായാധിപന്മാരെ ദൈവം ഇവർക്ക് കൊടുത്തു. അങ്ങനെ ഓരോരോ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന്റെ വഴി വിട്ട് പോവുക പതിവാക്കി. അങ്ങനെ പോകുമ്പോൾ ദൈവം ഇവരെ ശത്രുവിന്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒന്നുകൊണ്ട് ക്രമപ്പെട്ടു വരാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. അത് ശത്രുവിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് ദൈവം അറിഞ്ഞായി കൊടുക്കുന്നത്. നമ്മളെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കണമെങ്കിൽ ഒരു പദമുണ്ട്, ഇസ്രായേൽ മക്കളെ ദൈവം വിറ്റു. അങ്ങനെ എഴുതിയേക്കുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിറ്റു അങ്ങനെ എഴുതിയേക്കുന്നു. ഒന്ന് വായിച്ചത് സംശയം ചിലർക്ക് 4-1. മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായവ ചെയ്തു. അപ്പൊ ഇടങ്കനായ യേഹൂദൻ മരിച്ചു. അപ്പൊ ഇവർ വീണ്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ചെയ്യുക. യഹോവ അവരെ കസോരിൽ വാണ കനാനി രാജാവായ യഹോവ അവരെ കസോരിൽ വാണ കനാനി രാജാവാകുന്ന യാബീന് വിറ്റു. അത് നല്ലൊരു പ്രയോഗമാണ്. ദൈവം ഇവരെ വിറ്റു. അതെങ്ങനെ വിറ്റത്? അങ്ങനെ ദൈവം ഇവരെ വിറ്റു. എന്തിനാ വിൽക്കാൻ കാര്യം? എന്താ? നല്ല വിലയുള്ളത് കൊണ്ടാണോ? ഒരു ഉദാഹരണം പറയുമ്പം ചിലപ്പം കാര്യം മനസ്സിലാകും. പാസ്റ്റിന്റെ പേരെങ്ങനെ? മണി പാസ്റ്റ്. 4 വീലറാണോ? 4 വീലർ എന്താ കൊണ്ട് മാറ്റി. അപ്പൊ ഇദ്ദേഹത്തിന് ഈ മാരുതിയുണ്ട്. അപ്പൊ ഞങ്ങളാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഈ വണ്ടി പുള്ളിക്ക് വലിയ പ്രയോജനം ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോവുക, ഉദ്ദേശിക്കുന്ന സമയത്ത് ചെല്ലേണ്ടടുത്ത് ചെല്ലാറില്ല, കൂടെ ഇഞ്ചൻ പണി നടക്കുക. എനിക്ക് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയത്തില്ലെങ്കിൽ അങ്ങനെ വണ്ടി സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നും നഷ്ടമാണ്. കൂടെ വർക്ക്ഷോപ്പിൽ കയറ്റുക, മെയിൻ റോഡ് നടുക്ക് പെട്ടെന്ന് നിന്ന് പോവുക, പുറകെ വരുന്നവരെല്ലാം പുള്ളി അനാവശ്യം പറയുക. അപ്പൊ അങ്ങനെയൊക്കെ കൂടെ പണിയും ബുദ്ധിമുട്ടും ആകുന്നു. പുള്ളിക്ക് ഈ വണ്ടി കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അപ്പൊ ഇവിടുത്തെ പാസ്റ്റോ ജെയിംസാണോ വിലവറകളോ ഈ കർത്തദാസോ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ട് പറയും, മണിപ്പാസ്റ്റ ഒരു കാര്യം കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. കാരണം ഇത് കൈ വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല. ഈ വണ്ടിയെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് പോകാൻ ഒക്കുന്നില്ല. കണ്ടമാനം ഡീസലൊക്കെ പെട്രോൾ അത് പോകുന്നു. അപ്പം അതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക്
വിൽക്കും. ഇതായി ഇവരെ വിറ്റെന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലായി? ഇസ്രായേൽ മക്കളെ കൊണ്ട് ദൈവത്തിന് യാതൊരു ഗുണവും ഇല്ല. ദൈവം യാബിനോട് പറഞ്ഞ് കിട്ടുന്നവർ ഇഷ്ടമുള്ള വില എന്നാണ് അത് മേടിച്ചോളാൻ പറഞ്ഞു. പണങ്ങായിരിക്കാൻ ഒരു കാര്യം പറയാം, പണങ്ങാനും കുഴപ്പമില്ല, ഞാൻ 9 പോകും. 98% ആൾക്കാർ വിൽപ്പന. ലോകസഭയിൽ പകുതി ആൾക്കാരെ ദൈവം വിറ്റ കേസിലാണ്. കാരണം ദൈവത്തിന് യാതൊരു പ്രയോജനം ഇവരെ കൊണ്ട് കൈയടിക്കുകയല്ല, പാട്ട് പാടുകയല്ല, സ്തോത്രം പറയുകയല്ല, സ്തോത്രകാഴ്ച ഇടുകയല്ല. അതിനെല്ലാം കുഴപ്പമില്ല. ഒരു ലഘുലേഖ ആർക്കും കൊടുത്തിട്ടില്ല, അടുത്തുള്ളവരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, യോഗത്തിന് കൃത്യമായിട്ട് വരികയില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് ഇന്ന് ചുമല് കൊടുക്കുന്നില്ല, ആത്മീയമായിട്ട് യാതൊരു ഗുണവും ഇല്ല. പിന്നെ തലമുറകളായിട്ട് ഈ സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെമിത്തേരിക്ക് കാശ് കൊടുത്തു, ഓളുകൾ മാനം മേടിച്ചിട്ട് കൊടുത്തു, ഈയിടെ ഇച്ചിരി പൈസ കൊടുത്തു. പിന്നെ തന്നെ വേറെ സഭക്കാർ വരെ എടുക്കത്തുമില്ല എന്നറിയാം, കക്ഷി ചെയ്യുന്നതാണ്. അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നതാണ്. അവരെ പറഞ്ഞ് നിങ്ങൾ അവിടെ സഭയിൽ അടി ഉണ്ടാക്കിയ ആൾക്കാരില്ല, അവിടെ വേണ്ട, അവർക്കും പേടിയായി. അപ്പൊ ഇനി പോക്കടമൊന്നും ഇല്ല, ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ മരിക്കുന്നത് വരെ ഇവിടെ തന്നെ കൂടാം. പക്ഷെ ദൈവത്തിനെതിരെ കൊണ്ട് യാതൊരു പ്രയോജനവും. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്, ഞാൻ ഇസ്രായേലിന്റെ ചരിത്രമല്ലേ പറഞ്ഞേ. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയും ദൈവം വിറ്റ് കളഞ്ഞ ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു വാണിജ്യ ഓർപ്പിക്കട്ടെ, ദൈവം തന്നെ വിൽക്കരുത്, അതിനിടവരുത്തരുത്. ഇസ്രായേൽ മക്കളെ ദൈവം വിറ്റു, യാഹീന്റെ സേനാപതി. ഇവരെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി ചെയ്യുന്നതല്ല. അപ്പൊ ന്യായാധിപന്മാരെ ദൈവം എഴുതിപ്പിച്ചു, ഒക്കെനിയലെ, ശങ്കര, യഹൂദ, ധാരാളം ആൾക്കാർ. അപ്പോൾ ഇവർ പറഞ്ഞ് എന്നിട്ട് രാജാവിനെ തരണം. അമ്പരാൻ പറഞ്ഞ് ഞാൻ ഭരിക്കാം, അല്ല തരണം. അവർ നമ്മൾ ചിന്തിച്ചതാണ്. കണ്ടമാനം ക്ഷണിച്ച് നിർബന്ധിച്ച് സമ്മർദ്ദത്തിലെത്തിയപ്പോൾ സന്തോഷത്തോടെ, കോപത്തോടെ രാജാവിനെ കൊടുത്തുന്ന, കോപത്തോടെ കൊടുത്തുന്ന ഗുണമായിട്ട് സന്തോഷമായിട്ട് കൊടുത്തു വന്നത് കോപത്തിൽ. ഈ കോപത്തിലാ കൊടുത്തെങ്കിൽ നല്ലതിനെയാണ് കൊടുത്തത്. തെറ്റിദ്ധരിക്കരുത്, മറ്റു രീതിയിൽ ചിന്തിക്കുകയും ചെയ്യരുത്. ഞാനും നിങ്ങളും എങ്ങനെയായി ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അല്ല, ഞാൻ ഉദാഹരണം പറയുന്നില്ല, പ്രശ്നമാകും. വേണ്ട. നശിക്കാനാ കൊടുത്തെങ്കിലും ദൈവം നല്ലതിനെയാ കൊടുത്തത്. ശപിച്ചും നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയൊക്കെ ആ രാജാവിനെ ചോദിച്ചു. ദൈവം പറഞ്ഞ് ഞാനാ നിങ്ങളുടെ രാജാവ്, നേരിട്ട് ഭരിക്കാം. അല്ലല്ല, ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഒരാൾ വേണം. പിടിച്ചോ. ഇസ്രായേലിന്റെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പൊക്കമുള്ളൊരുത്തൻ, നല്ല ഫിഗറാണ്. ചൂണ്ടിക്കാണിച്ചാൽ വരെ ആരുണ്ട്, ഞങ്ങളുടെ പ്രസിഡന്റ്. അപ്പൊ അല്ല, തോൾപ്പൊക്കമുള്ളൊരാൾ. കാശ്, കാരണം കീശിന്റെ കടല, കീശിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശും. ബെന്യാമീൻ ഗോത്രക്കാരനുള്ള കുറഞ്ഞ കക്ഷികളെ കടിച്ചു കീറുന്ന ചെന്നായുടെ പ്രകൃതിയാണ്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല നിലയിലാണ് ദൈവം രാജാവിനെ, പ്രഥമ രാജാവിനെ കൊടുത്തുള്ളൂ. നിങ്ങളെ വചനം ധ്യാനിക്കുന്ന ചിലരുണ്ട്, പഴയ ആൾക്കാരൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചിലർക്കറിയാം, വചനം പഠിക്കുന്നവർക്ക്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഇസ്രായേലിന്റെ പ്രഥമ രാജാവ് ഏത് ഗോത്രത്തിൽ നിന്നാണ് വന്നത്? ഇസ്രായേലിന്റെ പ്രഥമ രാജാവ് ഉറക്കം പറഞ്ഞു ബെന്യാമീൻ ഗോത്രത്തിൽ. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഗോത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, രാജാവ് വരേണ്ടത് ഏത് ഗോത്രത്തിൽ നിന്നാണ്? യഹൂദയിൽ 4 രാജാക്കന്മാർ നടന്നത്. ഈ യാക്കോബിന് ലേയായി കൂടി ആദ്യം 4 പിള്ളേര് ജനിച്ചു. രൂബേന്, ശിമയോൻ, ലേവി, യഹൂദ.
മൊത്തം 12 മക്കളില് 6 പിള്ളേര് ലേയായി കൂടി ജനിച്ചു, 2 റാഹേലിൽ കൂടി ജനിച്ചു, 2 ദാസുമാര് ബിൽഗയെ കൂടി ജനിച്ചു, 2 ശില്പയെ കൂടെ, പിന്നെ ഒരു പെൺകൊച്ച് അത് ലേയായി പ്രസവിച്ചു. അങ്ങനെ മൊത്തം ലേയായി 7 പിള്ളേര്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ ആ ഭാഗം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പിള്ളേരുടെ പ്രകൃതിയൊക്കെ നോക്കണം. രൂപൻ മൂത്തവൻ, ശിമയോൻ അവന്റെ അനിയൻ, ലേവി അതിന്റെ ഇളയത്, യഹൂദ അതിന്റെ ഇളയത്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതികൾ. അപ്പോൾ ഇസ്രായേലിനെ ഗോത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ രൂപൻ ഗോത്രം, രൂപന് ജ്യേഷ്ഠാവകാശം ലഭിക്കേണ്ട, ശിമയോന് പ്രഭുസ്ഥാനമാണ് ലഭിക്കേണ്ടത്, പ്രഭുത്വങ്ങൾ. ലേവിക്ക് പൗരോഹിത്യം ലഭിക്കണം. യഹൂദയിൽ നിന്ന് രാജാക്കന്മാരും വരണം. അതിന്റെ ഒരു വേദപുസ്തക വെളിച്ചത്തിലുള്ള ഒരു ഓർഡറാണ്. കാരണം യാക്കോബ് ഗോത്ര സമുച്ചയങ്ങളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹ വചസ്സ് പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, യഹൂദയെ സഹോദരന്മാർ തന്നെ പുകഴ്ത്തും. ആ 49 10 വാക്യമല്ലേ ഒന്ന് വായിച്ചത്. ഉൽപ്പത്തി, ഞാൻ പറയുന്ന ഭാഗം വേദപുസ്തകത്തിൽ തിട്ടമുള്ളവരും എടുത്ത് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം. വായിച്ചു, ഉറക്കെ വായിച്ചോ മോളെ. യഹൂദ ഒരു ബാലസിംഹമാണ്. ഓടിച്ചു വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോല യഹൂദയിൽ നിന്നും രാജ്യത്തിന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകത്തില്ല. അപ്പോൾ കുഴപ്പമില്ല, വായിക്കുന്നുണ്ടെങ്കിലും മതി 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 മതി. അപ്പോ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ രാജാക്കന്മാര് ഭരണത്തിനായിട്ട് വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്ന്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജതന്ത്രന്റെ കാലുകളുടെ ഇടയിൽ നിന്നും എന്ന് പറയാം. അവകാശമുള്ളവൻ യേശുക്രിസ്തു രാജാവ് രാജാവ്. അവിടുത്തെ ഭരണത്തിനായി വരുന്നത് വരെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് യഹൂദ ജനത്തോട് ബന്ധപ്പെട്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന് വേണം രാജാക്കന്മാർ ഭരിക്കാൻ. അപ്പൊ യഹൂദയിൽ നിന്നാണ് രാജാക്കന്മാർ വരേണ്ടത്. പക്ഷെ ആദ്യം വന്നത് ഏത് ഗോത്രത്തിൽ നിന്നാണ്? ബെന്യാമീൻ. അപ്പൊ കുഞ്ഞിന് നന്നായിട്ട് ചുമയുണ്ടല്ലോ, ഫാനിന്റെ കാറ്റടിക്കുന്ന ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ വരുന്നത്. പക്ഷെ വന്നത് ഏത് ഗോത്രത്തിൽ നിന്നാണ്? പ്രാരംഭത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽ. അല്ലാതെ യഹൂദയിൽ നിന്ന് വരാനതും ബെന്യാമീനിൽ നിന്ന് വരാനും കാരണം വ്യവസ്ഥ വച്ചിരിക്കുന്ന യഹൂദയിൽ നിന്ന് വരണമെന്നാണ്. യഹൂദയിൽ നിന്ന് വന്നില്ല, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ് വന്നത്. ഒരു ചാൻസും ഇല്ലാത്ത ഗോത്രത്തിൽ നിന്നാണ് രാജാവ്. കാരണം ആദ്യത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രത്തെ കീശിന്റെ മകൻ ശൗൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും, ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. പാസ്റ്ററെ വിളിച്ചത് തന്നെ പാസ്റ്റർ പറയുന്നത് കേൾക്കാനാണല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ പറയുന്നത് അത്ര. അപ്പം ഞാൻ തന്നെ പറയാം. അല്ല, നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ, വേറെ പോയിന്റും അറിയാമെന്നുള്ളൊരു ചെറിയ ചിന്ത ചിലരുടെ മുഖത്ത്. അതുകൊണ്ട് എനിക്ക് ചോദിച്ചതേ ഉള്ളൂ. കാരണം എനിക്ക് അറിയാൻ മേലാത്ത പോയിന്റ് വല്ലതും പറയാൻ അതുകൊണ്ട് എനിക്കൂടെ കേട്ടേച്ച് അതുകൊണ്ട് ചോദിച്ചത്. ചില ഇരുമ്പ ഭാഗം കൊണ്ട് ഞങ്ങൾക്ക് വേറെ കുറെ പോയിന്റുകൾ അറിയാം. ചില ബൈബിൾ പോലും തുറന്നിട്ടില്ലല്ലോ. ഇനി തുറക്കണ്ട, നല്ല തിട്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാവ് വരേണ്ടത്. പക്ഷെ വന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന്. ഈ ബെന്യാമീൻ ഗോത്രത്തിന്റെ രാജാവ് വരാൻ അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചു. റാഹേല് അപ്പന്റെ വീട് വിട്ടു പോകുന്ന വിഗ്രഹം പൊട്ടിച്ചു, ഗൃഹബിംബം. അത് ഒട്ടകപ്പോട്ടിനകത്തിട്ട് ആരും അറിയാതെ ആരെ അറിയിക്കാതെ വളരെ വിദഗ്ധമായിട്ട് നല്ല കഴിവുള്ള സ്ത്രീയാണ് റേച്ചൽ ആന്റി. ആന്റി അത് വളരെ തന്ത്രപൂർവമായിട്ട്
കൊണ്ടുവന്നു. ലാബാൻ ഇങ്ങനെ കൂടാരങ്ങൾ പരിശോധിച്ച് ഒടുവിൽ റേച്ചലമ്മയുടെ കൂടാരത്തിൽ വന്നപ്പോൾ റേച്ചലമ്മ പറഞ്ഞു, അമ്മ ഫാസ്റ്റിംഗ് പ്രയറാണ്, വെളിയിലൊന്നും പോകുകയല്ലെന്ന് പറഞ്ഞു. ഇത് തീരാണ്, ഫാസ്റ്റിംഗ് പ്രയർ തീരാണ്. അപ്പം ലാബാൻ ഓർത്താട്ടെ, അവള് വീട്ടിൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയല്ല, കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. ചിലങ്ങനെ കല്യാണം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക, കാരണം നല്ല ജഗവിദ്യ അമ്മായിയമ്മ അവിടെ ഉള്ളത്, പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ അപ്പനോട് പറഞ്ഞു, എനിക്ക് വെളിയിലോട്ടൊന്നും വരത്തില്ല, പാടില്ല. ലാബാനൊക്കെ പോയി സൂത്രം ഒപ്പിച്ച് കള്ളത്തരം എല്ലാം വിളിക്കുന്നില്ല. നാളുകൾ കഴിഞ്ഞു. യാക്കോബും കുടുംബവും എല്ലാം കൂടെ സുഖോത്ത് വന്ന് പാർത്തു. ഞാൻ പകലോർപ്പിച്ചല്ലോ, വീട് പണിതു, കണ്ണങ്ങാടിക്ക് തൊഴുത്തുമൊക്കെ കെട്ടി, ബിസിനസ്സും എല്ലാം നന്നായി. ഈ സുഖോത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി അപാകത വന്നു. 2 പിള്ളേര് ശിമയോനും ലേവിയും അപ്പനെ നാറ്റിച്ചു. നമ്മൾ രാവിലെ വായിച്ച ആ വാക്യം 34-ന്റെ 30-ാം വാക്യമാണ്. ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പേരിസരുടെയും മുമ്പ് നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയെന്ന്, അങ്ങനല്ലേ? 34-ന്റെ 30. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാട്ടിച്ചു വിഷമത്തിലാക്കി. നിങ്ങൾ എന്നെ നാട്ടിച്ച് വിഷമത്തിലാക്കി. എങ്ങനെയുണ്ട് സുഖത്തിലെ ജീവിതം? നാറ്റ കേസായി. അപ്പനെ നാറ്റിച്ച് രണ്ടാണ് ശിമയോനും ലേവി. പെങ്കച്ചന്റെ കാര്യം അറിയാമല്ലോ. അവളെ ഒരു മൺഡേ പ്രോഗ്രാമിന് വന്ന കോളേജിന്റെ കണ്ട പിള്ളേർ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി പോയതോ, അതോടെ തീർന്നു. ഹമൂറിന്റെ മകൻ ഷേരിന് അവളെ കണ്ടപ്പം വലിയ താല്പര്യം തോന്നി. അവളെ മിസ് കോൾ വിട്ടു, ഇവിടെ മിസ് കോൾ വിട്ടു. പിന്നെ ചാറ്റിന് സമയം കിട്ടിയപ്പോഴെല്ലാം ചാറ്റ് ചെയ്തു. സുഖമാണോ കിടി? അവിടെ സുഖമായിട്ടിരിക്കുന്നു കിടി എന്നൊക്കെ ആർക്കും ഒന്നും അറിയാൻ മേല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചാറ്റ് ചെയ്ത് അവൻ അവിടെ കൊണ്ട് ഈ വിഷയത്തിലാണ് 2 പിള്ളേർ എന്ന് വേദനപ്പെട്ടിരുന്ന ശേഖരന്റെ മകൻ വെട്ടിക്കൊന്നു. അത് അപ്പം പറഞ്ഞ് നാറ്റിച്ച് വിഷമത്തിലാക്കി. ഇങ്ങനെല്ലാം ഒത്തിരി തകർച്ച കുടുംബത്തിലുണ്ട്. ഒടുവിൽ ദൈവം യാക്കോബിനെ പറഞ്ഞു, കേൾക്കപ്പോ ഇനി എന്നും ബഥേലിൽ പോടാന്ന് പറഞ്ഞു. പരുവക്കേടായി, പിള്ളേർ നാറ്റിച്ചു, പെൺകൊച്ചു പിഴച്ചു, ആകെ പ്രശ്നമായി. അപ്പൊ യാക്കോബ് കുടുംബത്തെ എല്ലാം വിളിച്ചു വിളിച്ചു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കി, കുളിച്ച് വസ്ത്രമെല്ലാം മാറി. വായിച്ച 35-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മുതൽ നീ പണ്ട് ഓടിപ്പോന്നപ്പോൾ പ്രത്യക്ഷനായ ദൈവമുണ്ടല്ലോ, ലൂസിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിയണം. കാരണം നീ തീരുമാനമെടുത്തത് ആ യാഗപീഠം പണിയാണ്. കഷ്ടതയുടെ നടുവിൽ നീ തീരുമാനമെടുത്ത് ഭക്ഷിപ്പാൻ ആധാരം ധരിപ്പാൻ വസ്ത്രവും ഒക്കെ തന്ന് എന്നെ ആദ്യം അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ ആദ്യം വീട് പണിയുമെന്നല്ല, ഞാൻ ആലയം പണിയുക. നമ്മൾ നേരെ തിരിച്ച് ആദ്യം നമ്മള് ഉറക്കപ്പണി, വീട് പണി, പിന്നെ ആലയം പണിക്ക് കമ്മിറ്റി, എത്ര കമ്മിറ്റി നമ്മൾ കൂടി 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 കുഴഞ്ഞ് അവസാനം ഒരു പരുവത്തിന് നിങ്ങൾ ഉടക്കുണ്ടാക്കരുത്. യാക്കോബ് ആദ്യം ഞങ്ങൾ വീട് പണിതു. അവൻ 2 കച്ചവടയുടെ നടുവിൽ എടുത്തത് ഞാൻ ഓള് പണിയാണ്. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഇനിയെല്ലാം ചെയ്തേ, ബഥേലിൽ പോകും. കുടുംബത്തിനാകെ തകർച്ച വന്നില്ലേ, ആദ്യം കുഴഞ്ഞില്ലേ, ദേശത്ത് നാളെ നിൽക്കുക ബഥേലിൽ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തെ എല്ലാം വിളിച്ചത് വായിച്ചില്ലേ? ഒന്നുകൂടെ വായിച്ചേ, സഹോദരി വായിച്ചേ.
കുടുംബത്തോട് കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള കുടുംബത്തോട് കൂടെ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാം, ബേഥേലിൽ പോകാം. നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കണം. കുളിച്ച് വസ്ത്രം മാറണം. കാരണം നമ്മൾ ബേഥേലിലോട്ട് പോകാൻ പോവാം. ഞാൻ എന്റെ ശൈലി പറയാൻ നിങ്ങൾ യോജിക്കുമോ അറിയത്തില്ല. ഈ സുക്കോത്തിൽ യാക്കോബ് വന്നു. അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ബിസിനസ്സും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, വീടും ഒക്കെ ഉണ്ട്. നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞ നല്ല സെറ്റപ്പാണ് പിള്ളേരുടെ ഭാഷ. പക്ഷേ ദൈവം പറഞ്ഞു ബേഥേലിലോട്ട് പോകണം, അവിടെ ചെന്ന് യാഗപീഠം പണിയണം. കാരണം 28-ാം അധ്യായത്തിൽ അങ്ങനെ തീരുമാനമെടുത്തത് അങ്ങനെ വായിക്കണ്ട, യാഗപീഠം പണിയണം. അപ്പൊ യാക്കോബിന് ബോധോദയം വന്നിട്ട് യാക്കോബ് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി നമുക്ക് പോകാം, ബേഥേലിൽ പോകാം. പിന്നെ ബേഥേലിന്റെ ആരാധനയ്ക്ക് നമ്മൾ പോവുക, അവിടെ ചെന്ന് യാഗപീഠം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പക്ഷെ ബേഥേലിന്റെ ആരാധനയ്ക്ക് പോകുമ്പോൾ ചില ക്രമീകരണമുണ്ട്. ഒന്ന്, അന്യദേവനെയല്ല, ഈ സുക്കോത്തിലെ പ്രൈസ് ആൻഡ് വർഷിപ്പ് അന്യദേവൻ വിഷയമില്ല. സുക്കോത്തില് ഞാൻ എന്റെ ശൈലി പറയാം, നിങ്ങളെ മുടക്കുണ്ടാക്കാനല്ല. സുക്കോത്തിലെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് അന്യദേവൻ വിഷയമല്ല. നമ്മൾ ഹോളിലോട്ട് വരുന്നതിന് മുന്നേ വെളിയിലോട്ട് വെച്ചേച്ച് വന്ന് ജീസസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആടിയാൽ മതി. പിന്നെ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, വണ്ടിക്കകത്ത് വെച്ചാലും മതി. ഇവിടെ ഇരുന്ന ദൈവമേ ഞാനൊന്ന് വർഷം കഴിഞ്ഞിട്ട് വരണം. സുഖത്തിലെ ആരാധനയ്ക്ക് കുഴപ്പമില്ല. സുഖത്തിലെ ആരാധനയ്ക്ക് കുളിക്കുക വേണ്ട, കുളിക്കണ്ട. ഞാൻ ഈ പുറമേയുള്ള കുളി തന്നെ ഉദ്ദേശിച്ചത്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപാതന്നിൽ എടുത്ത് പാടി. അല്ല, ഞാൻ വരുമെന്ന് പാടിയിട്ട് പിന്നെ നമുക്കൊന്നുകൂടെ കുളിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിൽ പാട്ടും മിക്കതും അതാണ്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപാതന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമപോൽ നിഷ്കളങ്കമോർവിൽ ആകിനി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അപ്പൊ ഈ സുക്കോത്തിലെ ആരാധനയ്ക്ക് അന്യദേവനൊന്നും വിഷയമല്ല. ഏത് ദേവനെ കൊണ്ടുവന്ന് ആരാധിക്കാം. സ്തോത്രം. സുക്കോത്തിലെ ആരാധനയ്ക്ക് അല്ലെ സുക്കോത്തിലെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് കുളിക്കുവൊന്നും വേണ്ട. നമുക്ക് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേർപാട് പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 10 മണിയാകുമ്പോൾ തുടർന്ന് വരണം, എല്ലാവരും വർഷിപ്പിന് കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിയാത്രത്തിന് പോകാം, 28 പോകാം, മാമൂദിസാക്ക് പോകാം, ആണ്ടിയാത്രത്തിന് പോകാം,
പള്ളി പെരുന്നാളുണ്ട് അതിന് പോകാം, വേറെ ഗാനമേളയോ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ, അതിനൊക്കെ നിന്നൊക്കെ പോകാം. പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഇവിടെ കാണണം. പിന്നെ അത്യാവശ്യമായിട്ട് സ്വോത്രമായിട്ട് ഇട്ടേക്ക് പോകാവുള്ളൂ. ഇതൊക്കെ ചെന്നിട്ട് ഇവിടെ വേണേലും നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? അപ്പൊ ഈ സുക്കോത്തിലെ ആരാധനയ്ക്ക് അന്യദേവനെ നീക്കണം, പക്ഷെ ബഥേലിലെ ആരാധനയ്ക്ക് അന്യദേവൻ പാടില്ല. ഞാനിങ്ങനെ പറയാം, ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. സുക്കോത്തിൽ ആർക്കും വരാം, എങ്ങനെയാകാം, എങ്ങനെ ജീവിക്കാം, എങ്ങനെ പോകാം. ബഥേലിൽ അത് പറ്റുകയല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ നീക്കണം, കുളിക്കണം. വേറെ പലതുണ്ടല്ലോ മോളെ, എങ്ങനെ കുളിച്ച് അതിന് വസ്ത്രം മാറുന്ന പതൊക്കെ പറഞ്ഞു ഉറക്കാൻ കൊണ്ട് പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ. വസ്ത്രം ഒന്നും എന്ന് പറഞ്ഞാൽ സുക്കോത്തിലെ ആരാധനയ്ക്ക് ഏത് വസ്ത്രവും പറ്റും, ബഥേലിന്റെ ആരാധനയ്ക്ക് അത് പറ്റുകയില്ല. സുക്കോത്തിലെ ആരാധന തന്നെ മോഡലാണല്ലോ, മനസ്സിലാകുന്നുണ്ടോ? ചിലയിടങ്ങളിൽ ഞായറാഴ്ച എല്ലായിടത്തും അല്ല, ചിലയിടങ്ങളിൽ വന്ന വസ്ത്ര പ്രദർശനത്തിന് തന്നെ നമ്മൾ പേപ്പറിലൊക്കെ വന്ന ശ്വാന പ്രദർശനം എന്ന് പറഞ്ഞ പോലെ ശ്വാന പ്രദർശനം, മനസ്സിലായി? ഞായറാഴ്ച നാളില് കേരളത്തിന് ഇപ്പമായി മറ്റ് രാജ്യങ്ങളിലൊക്കെ ചില ഇടങ്ങളിൽ, എല്ലായിടത്തുമല്ല, നാട്ടിലൊക്കെ വന്നിട്ട് വില കൂടിയ വസ്ത്രം എടുത്തുകൊണ്ട് പോകും. അവിടെ വെച്ച് നോക്കുമ്പോൾ വില കുറവാണ്. അവിടുത്തെ ആണ് ഞായറാഴ്ച നാളും അതൊക്കെ വന്ന് ഇട്ട് അപ്പൊ ആൾക്കാരൊക്കെ നോക്കി പിന്നെ സഹോദരിമാരായി പറഞ്ഞു, ഈ പ്രാവശ്യം പോയപ്പോൾ എടുത്താന്ന് തോന്നുന്നു. പക്ഷെ ലോകമുള്ളവരാണെന്ന് ചോദിക്കും, എവിടുന്നാണ് കരിക്കിനെ തിന്നാണ്? കരിക്കിനെ ഞങ്ങള് രാവിലെ കയറി വൈകിട്ടായപ്പോ ഒന്നും കിട്ടിയില്ല, ഞങ്ങള് കല്യാണം പോയി. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞായറാഴ്ച ഇതെല്ലാം ഒന്ന് പ്രദർശിപ്പിക്കേണ്ട സമയമാണ് ചിലർക്ക്. അപ്പൊ സുഖത്തിൽ ഏത് വസ്ത്രം ധരിക്കാം. പാസ്റ്റർമാരും ഒന്നും പറയുന്നില്ല. കൈയുള്ളതോ കൈയില്ലാത്തതോ യോഗ്യമായതോ അയോഗ്യമായതോ, തലേ തുണി ഇടേണ്ടവർക്ക് ഇടാം, ഇടാണ്ടവർക്ക് ഇടണ്ട. ഇത്ര കൈയുള്ളവർക്ക് അങ്ങനെ, ഇത്ര വാങ്ങാൻ അത്രോ, ഇത്ര വാങ്ങാൻ അത്ര, കൈ വേണ്ട ചിലർക്ക്. അപ്പൊ മഷുപ്പിള്ളിയുടെ പറയാം, കരങ്ങൾ വീശി വീശി, അതാ കൈയില്ലാത്ത കരം വീശി. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. വർഷത്തിൽ നിൽക്കുന്നവന് അരക്കൈ ബനിയനിട്ടുണ്ട്, മസ്ലിം ധരിപ്പിച്ച് അവൻ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മസ്ലിം ജീസസ് അവനെ പറഞ്ഞ് ഒരിക്കൽ കൂടി ദൈവത്തെ ദൈവദൂതന്മാരെ കണ്ണു പറ്റിയിരിക്കുക, ദൈവം താട്ടും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ചില സമയങ്ങളിലൊക്കെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വരുമ്പം ചിലര് നമുക്ക് ലജ്ജാകരമാണ്. പാസ്റ്റേഴ്സിനിപ്പോ തീർത്ത് പറയാനും പറ്റാത്തൊരു കാരണമാണ്. അവര് പേടി, അവരോട് എന്തേലും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം എന്തേലും ഉണ്ടല്ലോ. ഞാൻ ആ ഭാഗം അധികം കുഞ്ഞുമായിട്ട് ഞാൻ പുറകോട്ടൊന്ന് പോയിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞ് നന്നായിട്ട് ചുമക്കുന്നു, മറ്റു കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അല്ല തല അങ്ങോട്ടോ കുഴപ്പമില്ല, കുഴപ്പമില്ല, അവിടെ ഇരുന്ന് വരുന്നത് ആവില്ലാന്ന്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തോത്രം. അപ്പൊ സുഖോത്തിലെ ആരാധനയ്ക്ക് ഏത് വസ്ത്രം ധരിക്കാം, എങ്ങനെയും വരാം, ഏത് വിധത്തിലും വരാം. ഇവിടെ ശാസനയില്ല, ഗുണീകരണം പറഞ്ഞു കൊടുക്കുകയില്ല, തർജ്ജനം ചെയ്തിട്ടില്ല.
പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഫ്രീഡമാണ്. ചിലപ്പോൾ നമുക്ക് ആ ചർച്ചിൽ പോയാൽ മതി, അതിന് നല്ല ഫ്രീഡം. അവിടെ ബർത്ത്ഡേ ആഘോഷിക്കാം, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം, പിന്നെ എന്തോ വേറെ ഉണ്ടല്ലോ ഒത്തിരി പരിപാടി. അവിടെ പിള്ളേരുടെ പരിപാടികളൊക്കെ അല്ല, അതിനൊക്കെ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ഈ അവധി സമയത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ BBS, അതിനിപ്പോ ഡാൻസ് പിള്ളേർ. പിന്നെ പാട്ട് യേശു ഇടയ്ക്ക് സെയിം സാധനമാണ്. എന്നാ പിന്നെ കൊച്ചുങ്ങളെ കലാമണ്ഡലത്തോട് വിട്ടാൽ പോലെ. ഈ വിഷമിക്കേണ്ട ഒരു കാര്യം ചെറുതുരുത്തി വരെ പോകണമെന്നേ ഉള്ളൂ. സ്തോത്രം അല്ലെ, കിടന്ന ഫ്രീഡമാണ്. എങ്ങനെ പോകാം. പക്ഷെ ബലേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. അതായത് ക്യാമ്പ് വിരിക്കുന്നില്ല. അമ്മ പറഞ്ഞു കുളിക്കണം, വസ്ത്രം വാങ്ങണം, അന്യദേവനെ വിൽക്കണം, നിങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മൾ ബലേലിലോട്ട് പോകാൻ പോകും.